Hi all, welcome to Learnings. And പറയുന്നത് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥ. എന്താണ് മുതലാളിത്ത വ്യവസ്ഥ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ലോകത്ത് പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടായി. അതുവരെ ഫ്യൂഡലിസം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ അത് ക്യാപിറ്റലിസത്തിലോട്ട് പോയി. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് സിസ്റ്റം ആണ് ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് റിസോഴ്സസ്. അതായത് സ്വത്തിന്റെയും അതുപോലെ തന്നെ റിസോഴ്സസിന്റെയും ഒക്കെ പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ എന്താണ് സ്വകാര്യ ഓണർഷിപ്പ് അതിനെയാണ് ബേസിക്കലി എന്തെന്ന് പറയാ ക്യാപിറ്റലിസം എന്ന് പറയാം. ഓക്കെ, അപ്പോ ഈ ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെ പ്രധാനമായിട്ടും ഉള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് സ്വതന്ത്ര കമ്പോളങ്ങൾ അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ്സ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അതിലൂടെയാണ് ക്യാപിറ്റലിസം എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഫ്രീ മാർക്കറ്റ്സ്. കുറച്ച് എന്താ പറയാ നമ്മള് കുറച്ച് ഇങ്ങനത്തെ കീവേഡ്സ് പഠിച്ചു വെക്കുക. പ്രോഫിറ്റ് മോട്ടീവ് ആണ്, ഫ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ സ്വതന്ത്ര കമ്പോളങ്ങൾ. ഓക്കെ, അതുപോലെ ഡിമാൻഡും സപ്ലൈ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ പ്രൈസസിനെ അല്ലെങ്കിൽ പൈസ എത്രയാവുന്നുള്ളതിനെ തീരുമാനിക്കുന്നത് ക്യാപിറ്റലിസത്തിൽ ആരാണ്? ഡിമാൻഡും സപ്ലൈ ആണ്. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൽ സ്റ്റേറ്റ് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് എന്ന് ഉദ്ദേശിക്കുക. സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. കാരണം ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുക ആരാണ്? മുതലാളിമാരാണ് അല്ലെങ്കിൽ വ്യക്തികളാണ്. ഇവിടെ സർക്കാരിന്റെ ആകെയുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് ഈ മുതലാളിമാർക്കും അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇൻഡസ്ട്രികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക. അത് മാത്രമാണ് സർക്കാരിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ലേസസ് ഫെയർ എന്ന് പറയും. ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ആണ് ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തിങ്കേഴ്സ്. ഒന്ന് ആഡം സ്മിത്ത്, നമ്മൾ ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ആഡം സ്മിത്ത്, മറ്റൊന്ന് ഡേവിഡ് റിക്കാർഡോ. ഓക്കെ, ഈ രണ്ടു പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ക്യാപിറ്റലിസം ബിക്കെയിം ഡോമിനന്റ് ആഫ്റ്റർ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാപിറ്റലിസം ഒരു മേജർ ഐഡിയോളജി ആയിട്ട് ലോകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.